സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ടൗൺ മുതൽ കല്ലങ്കൈ വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിർമ്മിക്കുന്ന ഒറ്റത്തൂണിലെ ആറുവരി പാലത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിക്കൊണ്ട് വരികയാണ്. അടുത്ത് തന്നെ ദിവസങ്ങളോളം മാത്രം ഇനി നിന്നാൽ മാത്രം മതി ഇതിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങാൻ. കേരളത്തിൻ്റെ സ്വന്തം കമ്പനിയായ ഊരാളുങ്കലിൻ്റെ വിസ്മയം എന്ന് തന്നെ പറയാം. അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്ന വർക്കിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. രണ്ടോ മൂന്നോ സ്പാനിൻ്റെ ലെവലിൽ മണ്ണ് ഫില്ല് ചെയ്യാനുള്ള പ്രവൃത്തികളെ അപ്രോച്ച് റോഡിന് ബാക്കിയുള്ളൂ. അതിനുശേഷം ഇവിടെ താഴെ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താഴെ ഒരു നീല ഷീറ്റിട്ട ബിൽഡിങ്ങിൻ്റെ അതേ ലെവലിലാണ് മറ്റേ ബിൽഡിങ്ങും പൊളിക്കാൻ ബാക്കിയുള്ളത്. ആ ഭാഗം പൊളിക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പം താഴെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടന്നു വരികയാണ്. തൊണ്ണൂറ് ശതമാനം പൂർത്തിയായ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവറിലെ ഡിവൈഡറും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷമുള്ള വാട്ടർ പ്രൂഫിംഗ് പ്രവൃത്തികൾക്ക് ശേഷമായിരിക്കും ടാറിങ് ആരംഭിക്കുക. ഇപ്പോൾ രണ്ട് സ്പാനുകൾ തമ്മിലുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു സ്പാനിൻ്റെ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന സ്പാനിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോക്സ് ടൈപ്പ് ഗർഡർ എന്ന് പറയുന്നത് 4 ഗർഡറുകളും അതിന് യോജിച്ചിട്ടുള്ള ബീമുകളും നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും, ഏകദേശം മനസ്സിലാവും ഈ ബോക്സ് ടൈപ്പ് ഗർഡർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് മുകളിൽ ഈ സ്ലാബും വരുമ്പോൾ നല്ലൊരു ബലത്തിലായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ടണ്ണ് വെയിറ്റാണ് ഈ ഒരു സ്പാൻ തന്നെ വരുന്നുള്ളത്. അപ്പം അതേ സ്പാനിൻ്റെ ഒറ്റത്തൂണിൽ തന്നെ ഇതിനെ താങ്ങി നിർത്താനുള്ള അത്രയും ബലം ഈ തൂണിനും ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് പൈലിംഗ് പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്. ഓരോ തൂണിനും 18 പൈലിംഗ് ആണ് ഓരോ തൂണിനും നിർമ്മിച്ചിട്ടുള്ളത്.
ഒരു വശത്തെ അപ്രോച്ച് റോഡിൻ്റെ ഒന്നാം ഘട്ട ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. ഇനിയിപ്പം മറുവശത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നുള്ളിപ്പാടി ഭാഗത്ത് ഒരു സമരം തന്നെ ഉണ്ടായിരുന്നു, ഒരു അണ്ടർപാസിൻ്റെ അപ്രൂവലിന് വേണ്ടി. അങ്ങനെയാണ് ഈ കാലതാമസം ഉണ്ടായത്. അല്ലെങ്കിൽ എപ്പോഴേ ആ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞുമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം നമ്മൾ മൊഗ്രാൽ പുത്തൂർ ഭാഗത്ത് നിന്ന് കാസർഗോഡ് ടൗൺ വരെയുള്ള ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനിടയിലുള്ള എരിയാൽ ഭാഗത്തെ ചില പ്രവൃത്തികൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ ചില ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും സീബ്ര ലൈനിങ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബാക്കിയുള്ള ഏകദേശം ഭാഗങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്രാഷ് ബാരിയറിലേക്കും ഡിവൈഡറിലേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില ഭാഗത്ത് ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്തേക്ക് ഗ്രേ കളറും പില്ലറിന് നീല കളറുമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. ചില ഭാഗത്തൊക്കെ ഈ അണ്ടർപാസിൻ്റെ അകത്തൊക്കെ പ്രവൃത്തികൾ, അതായത് പെയിൻറ്റിങ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില ഭാഗത്ത് ഇൻ്റർലോക്കിൻ്റെ, അതായത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഇൻ്റർലോക്ക് പ്രവൃത്തികളും നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അവസാനഘട്ട ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷനുണ്ട്, എത്ര സ്പീഡിലാണ് നമ്മളെ റോഡിൽ ഈ സ്പീഡാണ് അനുവദിക്കുക. അപ്പം അതിനൊക്കെ തീരുമാനം ആയിട്ടുണ്ട്. കാരണം തന്നെയാണ് നമ്മുടെ ഈ കല്ലങ്കായ് ഭാഗത്ത് നിർമ്മിക്കുന്ന ഈ ഫുട് ഓവർ ബ്രിഡ്ജിൽ ഓരോ സ്പീഡിൻ്റെയും ഓരോ ലൈനിന് ഓരോ സ്പീഡിൻ്റെയും ബോർഡുകൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒന്നാം ലൈനിൽ 100 സ്പീഡും മറ്റൊരു ലൈന് 80ഉം പിന്നെ മൂന്നാമത്തെ ലൈനിൽ 60 സ്പീഡുമാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് ഭാഗത്ത് സ്പീഡ് ട്രാക്കാണ് ഒന്നാമത്തെ ലൈന്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് ബസ്സിനും മറ്റും പോകാനാണ്. മൂന്നാമത്തെ ലൈന് ട്രക്ക്, ഓട്ടോ, ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾക്കാണ് മൂന്നാമത്തെ ലൈന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഏറ്റവും സ്പീഡിൽ പോകുന്ന കാറ് എന്നീ വാഹനങ്ങൾക്കാണ് ഈ ഒന്നാമത്തെ ട്രാക്ക് അനുവദിച്ചിട്ടുള്ളത്. 100 സ്പീഡ് ആണ് ആ ഒന്നാം ട്രാക്കിലെ സ്പീഡ് ആയിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, എരിയാൽ ഭാഗത്തും ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തി. എന്നറിയില്ല, കഴിഞ്ഞ് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അവസാനഘട്ട ടാറിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. ഫിനിഷിംഗ് ടാറിംഗ് വർക്കാണ് ഈ ഭാഗത്ത് ഇനി നടക്കാനുള്ളത്. സർവീസ് റോഡിൻ്റെയും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്.
ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിനും ഡിവൈഡറിനും മറ്റും പെയിൻറ്റ് പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ എതിർവശത്തെ നിർമ്മിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെയറിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവശത്തും സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പ്രവൃത്തി നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഒരു വശത്ത് സ്റ്റെയറിൻ്റെ അവസാനഘട്ട വർക്കിലും മറുവശത്തെ സ്റ്റെയറിൻ്റെ 50% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫുട് ഓവർ ബ്രിഡ്ജിൽ സ്പീഡ് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓരോ ട്രാക്കിലും അനുവദിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ബോർഡ് കാണാൻ സാധിക്കും. എല്ലാ ട്രാക്കിലെയും സ്പീഡിൻ്റെ ലിമിറ്റ് ബോർഡ് വെച്ചിട്ടില്ല. സൈൻ ബോർഡ് ഇപ്പോൾ നിർമ്മിച്ച് വെക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഫസ്റ്റ് ട്രാക്കിൽ ഓടാനുള്ള വേഗത ലിമിറ്റ് കാണിച്ചിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ട്രാക്കിലെയും സെക്കൻഡ് ട്രാക്കിലെയും തേർഡ് ട്രാക്കിലെയും എത്ര കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നതിനുള്ള ബോർഡുകൾ, സൈൻ ബോർഡുകൾ ഉടനെ തന്നെ സ്ഥാപിക്കും. പിന്നെ വേറെ എന്തൊക്കെയോ ഇതിൽ വരാൻ ബാക്കിയുണ്ട്. സ്പീഡ് ലിമിറ്റ് ബോർഡ്, പിന്നെ സൈൻ ബോർഡ്, ഓരോ സ്ഥലത്തിൻ്റെ സൈൻ ബോർഡ്, അങ്ങനെയുള്ള പലവിധ ബോർഡുകളും എൽ ഇ ഡിയിൽ നിർമ്മിച്ച ബോർഡുകളും എല്ലാം ഇനി ഈ റോഡിൽ വരാൻ ഉണ്ട്. അപ്പം ഏകദേശം നമ്മുടെ 2025 മാർച്ച് അവസാനത്തോളം ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷവും ചില അറ്റകുറ്റ വർക്കുകളൊക്കെ ഉണ്ടാവും, ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. എന്നാലും മാർച്ച് 25 അവസാനത്തോടെ എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും പാലത്തിൻ്റെ വർക്കുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞ് റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.